ഹലോ, ഹലോ, ലിയാഖത്ത് അലി സാറല്ലേ? ലിയാഖത്ത് അലിയാണ്. ആ, എൻ്റെ പേര് ഷബീർ എന്നാണ്. ആ സാർ ഫ്രീ ആണ്? 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ. പറഞ്ഞോളൂ. ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ഞാൻ. ആ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ അടുത്ത് ആണ് കണ്ടത് കുറച്ച് വീഡിയോസ്. ആ അപ്പൊ കുറെയൊക്കെ സാറ് പറഞ്ഞ വ്യൂസ് ഉള്ള ആളാണ് ഞാൻ. ഓക്കെ, സാറൊന്ന് ഒഴിവാക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഓക്കെ, പേര് പേര് പറഞ്ഞു. ലിയാഖ്. ലിയാഖത്ത് എന്ന് പറയാം. ശരി. താങ്കളുടെ വ്യൂ ഉള്ള ആളാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ അടുത്ത് നിങ്ങൾ വാല്യൂ ഓഫ് നോളജിന്റെ ആളുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടേ. വാലി ഓഫ് നാൾ. ഓക്കെ. മുസ്തഫ നമ്മുടെ മൗലവിയ. മുസ്തഫ മൗലവിയായിട്ട്. ഓക്കെ. അപ്പൊ ഞാനും ഒരു മുസ്ലിം കുടുംബത്തിൽ തന്നെ ജനിച്ച ആളാണ്. ഉം, പക്ഷെ എന്റെ പഠനമൊക്കെ കൂടുതലും ക്രിസ്ത്യൻ സ്കൂൾസിലായിരുന്നു. ഉം, അപ്പൊ നമ്മുടെ ഒരു മതപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ച് കുറവാണ്. ഉം, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മതത്തിൽ ഒരു അഡിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഉം, ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ചോദ്യങ്ങളും പ്രസക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉം, പക്ഷെ എന്റെ ഒരു ചെറിയൊരു ചോദ്യം, ഒരു ഡൗട്ട് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഉം, അപ്പൊ നിങ്ങളുടെ പഠനവും നിങ്ങൾ പഠിച്ചത്രയും ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉം, അപ്പൊ പറയ്. അത് നിങ്ങളുടെ ഒരു ടേക്ക് അറിയാൻ വേണ്ടിയാണ്. ഉം, നമ്മൾ ഈ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, ഉം, അതായത് ഇപ്പൊ നമ്മൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നത്, അത് യുക്തിവാദി എന്ന നിലയിൽ നിങ്ങൾ ദൈവം ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഉം, അപ്പൊ ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉം, അപ്പൊ നമ്മുടെ ഇടയിലുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനാണ്, ദൈവം ഉണ്ട് ഇല്ല എന്നുള്ളത്. ഉം, റെസ്റ്റ് ഓഫ് ദ തിങ്സ് നിങ്ങൾ പറഞ്ഞത് എല്ലാം ഞാൻ യോജിക്കുന്നുണ്ട്, ഒരുവിധം കാര്യങ്ങൾ. ഉം, കാരണം മനുഷ്യന്റെ പ്രവൃത്തിയാണ് വലുത്. ഉം, നമ്മൾ തമ്മിൽ മറ്റേ വ്യത്യാസങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഉം, എല്ലാവരും ഒരുപോലെയാണ്. ഉം, ഒരു 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 നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കണം, നല്ല പ്രവൃത്തികളിൽ ജീവിക്കണം. ഉം, അപ്പൊ ഈ കർമ്മം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരുപാട് പേരാണ്. നമ്മൾ ചെയ്യണം നല്ല കർമ്മങ്ങളാണ് നമുക്ക് ഉം, ഗുണകരമായി വരികയും ആ കർമ്മത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ഉന്നതിയിലെത്തുകയും ചെയ്യുക എന്നുള്ളത്. ഉം. അപ്പൊ അതിനെക്കുറിച്ച് താങ്കളുടെ ടേക്ക് എന്താ? അങ്ങനെ കർമ്മയിൽ വിശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, ഇത് നമുക്ക് കുറേ വിശ്വാസങ്ങളുള്ളത് പോലെ തന്നെയുള്ള ഒരു വിശ്വാസമാണ്. ഇപ്പം ഈ മോക്ഷം, സ്വർഗം, നരകം തുടങ്ങിയിട്ടുള്ള കുറെ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, കുറെ ചിന്തകള്. ഉം അതിൽ ഉം. തന്നെയുള്ള ഒരു വകഭേദമാണ് ഈ കർമ്മ എന്ന് പറയുന്ന സാധനം. ആക്ച്വലി എന്റെ ഒരു മനസ്സിലാക്കല്, ഇപ്പം ഞാൻ ഈ ഉം ഉം. കർമ്മയെ കുറിച്ച് അതിന്റെ ഗ്രന്ഥങ്ങളോ അത് പറയുന്ന കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അങ്ങനെ ആഴത്തിൽ പോയി വായിച്ചിട്ടൊന്നുമില്ല. ഉം ഉം. പക്ഷെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്റെ ഒരു വായന അല്ലെങ്കിൽ എന്റെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത്, സോഷ്യൽ നോംസ് എന്തായാലും എല്ലാ സൊസൈറ്റീസിലും ഉണ്ടായിട്ടുണ്ടാവും. ഉം ഉം. അപ്പോ ഒരു ചെറിയ കുട്ടിയായി ഒരു സമൂഹത്തിൽ ജീവിച്ച് വളർന്നു വരുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു ധാർമ്മികത, മൂല്യം, നന്മ, നല്ലത്, ചീത്ത തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉവ്വ്. ചെയ്യാൻ പാടുള്ളത്, പാടില്ലാത്തത് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഈ ചെറിയ കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ പല തരത്തിൽ ഈ കുട്ടിയിൽ എത്തിയിട്ടുണ്ടാവും, അതെ, ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഫീഡ് ഉം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു കാര്യം, ഇപ്പൊ ഞാനോ നിങ്ങളോ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉം ഉം. നല്ലതാണോ ചീത്തയാണോ, ആർക്കും ദോഷമില്ലാത്തതാണോ ആർക്കെങ്കിലും ദോഷം ഉണ്ടാവുന്നതാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും, തിരിച്ചറിവ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോ ഇങ്ങനെ നല്ലത് ചെയ്യാനുള്ള പ്രേരണ ആളുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർഗം നരകം ഒക്കെ പറയുന്നത്, സമൂഹത്തിന് അതെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അതിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ കർമ്മ എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അതായത് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കും. അത് ചിലവർ ഉം. പറയുന്നത് ഈ ലോകത്ത് തന്നെ അനുഭവിക്കും, ചിലവർ പറയുന്നത് മരിച്ചു പോയിട്ടായിരിക്കും എന്നാണ്. അതെ, 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 ശരിയാണത്. അപ്പൊ ഇത് രണ്ടാണെങ്കിലും ഇതിനെ എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മളുടെ മൈൻഡ് പിന്നെ അങ്ങോട്ട് കോറിലേറ്റ് ചെയ്യാണ് ചെയ്യുക. ആക്ച്വലി ഇപ്പൊ അതെ. ഞാൻ എന്റെ ലൈഫിൽ നടത്തിയുള്ള ചില പരീക്ഷണങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പൊ നമ്മള് ചില ആളുകൾ ഭയങ്കര അഹങ്കാരികളാണ് എന്ന് ഉം വിചാരിക്കുന്ന ആൾക്കാര്, ഉം ഉം. അവര് അബദ്ധം അതിൽ വേഗം അക്കിടി പറ്റും, അമളി പറ്റും, അവർക്ക് വലിയ അബദ്ധങ്ങൾ പറ്റും. ഉം ഉം അപ്പൊ ഉം. അതെന്താന്ന് വെച്ചാൽ അവരുടെ അഹങ്കാരം കൊണ്ട് അവര് സ്വാഭാവികമായിട്ടുള്ള ഒരു നോംസിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം അവർ വേറെ ആളുകളുടെ അടുത്ത് നിന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കുക, ഡിസ്കസ് ചെയ്യുക, അതിലൊരു പറ്റുമെന്ന് ശ്രമിക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ശരിയാണത്, കൂടുതലായിട്ട് അബദ്ധം പറ്റും. ശരിയാണത്, അപ്പോ കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കറക്റ്റാണത്. ഉണ്ടാവുന്ന സാധനങ്ങൾ ഈ ചെറിയ പ്രായം തൊട്ട് നമ്മുടെ ഉള്ളിലുള്ള നല്ലത് ചീത്ത ചിന്തയിലേക്ക് കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റീസണിങ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ കർമ്മയായിട്ട് നമ്മളിങ്ങനെ വരും. വിചാരിക്കും, നമ്മളിങ്ങനെ വിചാരിക്കും. അത് ശരിയാണ് ഓക്കെ, ഓക്കെ. പറഞ്ഞത്. നമ്മുടെ ഈ അതാണ് അപ്പൊ ഈ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു പരിധി വരെ സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു ഡാറ്റ നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഉം, നമുക്ക് ഇങ്ങനെ ഒരു 1-2 ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ ഉം, പറ്റും. അത് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഹയർ പ്ലാൻ എന്താണ്? മനുഷ്യന്റെ നന്മതിന്മകളുടെ ഹയർ, അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു നന്മതിന്മയുടെ അല്ലെങ്കിൽ ഒരു കർമ്മയുടെ അടിസ്ഥാനം ഇല്ലെങ്കിൽ ഉം. പിന്നെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതിനൊരു സെറ്റിൽമെന്റ് ഇല്ലല്ലോ, ഇതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ. അല്ല, അതാണ് ഇതിന് നമ്മുടെ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. അതിനാണ് ഇപ്പൊ മോഡേൺ വേൾഡിലാവുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് ഓരോ മനുഷ്യൻ ജീവിക്കുന്നത്.
ഒരു ഉം, മനുഷ്യൻ ഉം, ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു പിന്നെ ഭരണഘടനയ്ക്ക് കീഴിലാവും. ഉം, ഉം, ഏത് രാജ്യത്തായാലും. ഓക്കെ, അതില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കാന്ന് വിചാരിക്കുക. ഉം, ഉം, അവിടെ ഈ നന്മ തിന്മയുടെ കൺസെപ്റ്റ് വരുന്നുമില്ല. ഇപ്പൊ മനസ്സിലായി. കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് സംബന്ധിച്ച് അവിടെയൊന്നും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ധാർമ്മിക നിയമങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, കോടതി പരിപാടികളൊന്നും ഇല്ലല്ലോ. ഉം, അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് ഇടയിൽ ഈ സാധനം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ മനുഷ്യരുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഇവിടുത്തെ ആ ഒരു ദ്വീപിലുള്ള മനുഷ്യർ. ഉം, അവിടെ നിന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കിയിട്ട് അവരുടെ നന്മതിന്മ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ലല്ലോ. ഉം, അവരുടെ ഉം, ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയത്തുപോലും ഇല്ല. നമുക്ക് അതെ. അറിയാവുന്ന മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ദേശരാഷ്ട്ര സങ്കല്പത്തിന്റെ ഒരു പുരാതന രൂപമായിട്ടാണ് ഈ മതസമൂഹങ്ങൾ, അതിന്റെയും മുൻപ് ചെറിയ ഗോത്ര സമൂഹങ്ങൾ, നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ഇതെല്ലാം ആക്ച്വലി മനുഷ്യന്റെ സോഷ്യൽ ലൈഫിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ്, റെഗുലേഷൻസ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങൾ, അത് ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് പ്രകാരം ഈ വിശ്വാസം, അതായത് ഈശ്വര വിശ്വാസം, ഇപ്പൊ ഉം, ജസ്റ്റ് ഒരാള് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഉം, അയാളൊരു ന്യൂട്രൽ മനുഷ്യനാണ്. ഉം, അയാൾക്ക് ആരോടും ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. ഉം, അയാൾ ജനാധിപത്യ വിശ്വാസിയാണ്, ഉം, ഹാർഡ് വർക്കിംഗ് ആണ്, ഉം, ആർക്കും അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഉം, സോഷ്യൽ, നിങ്ങൾ പറഞ്ഞ പോലെ ഈ ലോഡ് അണ്ടറിൽ ഉം, 100% കമ്മിറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റിസൺ ആണ്. ഉം, ആ വ്യക്തിക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. ഉം, അയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അയാൾ ഉം, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒന്നും വിശ്വസിക്കുന്നില്ല. ഉം. ആ ഈശ്വര വിശ്വാസം അയാൾക്കൊരു സ്ട്രെങ്ത് ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ പണ്ട് മേ ബി ഫീഡ് ചെയ്ത് അങ്ങനെ പോയതായിരിക്കാം. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ ഈ പണ്ട് അത് ഫീഡ് അതിൽ ചെയ്ത് നമുക്ക് പോയത് ചിലപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അതിനോട് നമ്മൾ ആ തർക്കിക്കാനോ കലഹിക്കാനോ കൊണ്ട് കാര്യമില്ലല്ലോ. അതാ വ്യക്തിയുടെ മാത്രം. ആ അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും മനസ്സിന് സമാധാനം ഉണ്ടാവുക, സ്വസ്ഥത ഉണ്ടാവുക, അതെ. സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രധാനം. ഇഫക്റ്റീവ്ലി ആ ഔട്ട്പുട്ട്, അയാൾ ഉം. തരുന്ന ഔട്ട്പുട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടും മോർ ഓർ ലെസ് സെയിം ആണ് അല്ലെ? അതെ, ഒരു നല്ലൊരു മനുഷ്യൻ, സമൂഹത്തിന് ഉപകാരമുള്ള മനുഷ്യൻ, തീർച്ചയായിട്ടും. മറ്റുള്ളവർക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ടേക്ക് ചെയ്യാൻ എടുക്കുകയാണ്, ഞാനിപ്പോ ഈ കുറെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഉം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിത്ത് ഉം, ഓൾ ഡ്യൂ റെസ്പെക്ട് കേട്ടോ. ഉം, നിങ്ങൾ വിശ്വസിക്കുന്നില്ലാത്തതിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഉം, നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായിട്ടെന്നുള്ളത് റെസ്പെക്ടോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഉം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉം, അപ്പൊ ദൈവമുണ്ട്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കർമ്മങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉം, അങ്ങനെ ഒരുവിധം എല്ലാ മതങ്ങളെയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്റേത്. ഉം, അപ്പൊ ഞാൻ ഈ നമ്മുടെ ഇസ്ലാം മതത്തിലെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉം, അതായത് അട്ടർ നോൺസെൻസും ടോട്ടൽ വേസ്റ്റും. ഉം, എസ്പെഷ്യലി ഇപ്പൊ, അതായത് ഒരു 15-20 വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഇസ്ലാമിന്റെ അപ്രോച്ച്, ഉം. എസ്പെഷ്യലി ജമാഅത്ത് ഇസ്ലാമി, എത്ര ഇവരൊക്കെ എത്ര വർഷം? ഒരു 15-20 വർഷം. അത് കേരളത്തിലെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിനെ കുറിച്ച്. ഓക്കെ. കേരളത്തിൽ ഞാൻ പഠിച്ചു വളർന്ന സാഹചര്യത്തിൽ ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇനീഷ്യൽ സ്റ്റേജസ്, ഗ്രോത്തിന്റെ സ്റ്റേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം, ഉം, എനിക്കത് അടുത്ത് കാണാനുള്ള സാഹചര്യം കിട്ടി. ഞാൻ അതിൽ ചെറുതായിട്ട് അറ്റാച്ച് ആയി പോയിട്ട് ഞാൻ ഉം, റിട്ടേൺ വന്ന ആള്. ഉം, കാരണം എനിക്കത് അട്ടർ നോൺസെൻസ് ഉണ്ട്, ലോജിക്കൊന്നും ഇല്ല ഒന്നിലും. ഉം, പിന്നെ അതിൽ തന്നെ അവര് ഒരു പ്രത്യേക, അതായത് ഇസ്ലാമിൽ അവരൊരു ഹയർ കാസ്റ്റ് പോലെയാണ് അവരുടെ ബിഹേവിയർ. ഉം, അതായത് ബ്രാഹ്മണിക്കൽ ഇസ്ലാമിസം എന്ന് തന്നെ പറയാം അതിന്. ഉം, ഉം, അതായത് അവര് സുപ്പീരിയർ ആണ് മറ്റുള്ള മുസ്ലിങ്ങളെക്കാളും. ഉം, താഴെയുള്ള മുസ്ലിങ്ങളൊക്കെ കളിയാക്കുക, അപമാനിക്കുക, അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പോയിന്റ് ഔട്ട് ചെയ്യുക. മനസ്സിലായില്ല? ഉം, നമ്മള് ഏതൊരു നല്ലൊരു വ്യക്തി, അതായത് വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, ഉം, മറ്റൊരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കില്ല. ഉം, തെറ്റുകൾ കണ്ടാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചിലർ ഉം, അക്സെപ്റ്റ് ചെയ്യും, ചിലർ അക്സെപ്റ്റ് ചെയ്യില്ല. ഉം, അപ്പൊ ഈ ഇസ്ലാമിൽ തന്നെ ഒരു സുപ്പീരിയർ ഇസ്ലാമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഉം, എല്ലാവരും ഉൾക്കൊണ്ടിട്ട് നന്നാക്കാനുള്ള ഉദ്ദേശമല്ല. ഉം, അങ്ങനെ ഒരു നിലപാട് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് വരാൻ തുടങ്ങി. ഉം, ഞാൻ താങ്കളുടെ കൂടുതൽ സമയം എടുക്കുന്നില്ലല്ലോ അല്ലെ? ഇല്ലല്ല. അതിന്റെ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇപ്പൊ നമ്മളെ വഹാബികൾക്ക് ഇതിനേക്കാൾ കൂടിയ അളവിൽ ഈ സാധനം ഉണ്ട്. അതായത് മുജാഹിദുകൾ ഉം. എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിന് തീർച്ചയായിട്ടും ഉണ്ട് ജമാഅത്തെ ഉണ്ട്. ഇസ്ലാമിയേക്കാൾ കൂടുതൽ ഈ സുപ്പീരിയർ ആ ഒരു മനോഭാവം ഉണ്ട്. കാരണം ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഖുർആൻ പറയുന്ന ആ സത്ത യഥാർത്ഥ അർത്ഥത്തിൽ ആ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന ഇവരാണ് എന്നുള്ളതാണ് അവരുടെ അഹങ്കാരത്തിന്റെ തീർച്ചയായിട്ടും കാരണം. തീർച്ചയായിട്ടും. ഓക്കെ. അതെ അതെ. അപ്പൊ അതിലാണെങ്കിൽ ഇപ്പം ഈ മുസ്ലിങ്ങൾ സുപ്പീരിയർ ആണ് എന്നൊരു കൺസെപ്റ്റ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഉം, ഉം, ഉം. മുസ്ലിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട, നമ്മള് ജൂതന്മാർക്കിടയിലൊക്കെ ഉള്ള വിശ്വാസം പോലെ തന്നെ പോലെ ഇവര് തന്നെ സെലക്ട് തീർച്ചയായിട്ടും. ചെയ്യപ്പെട്ട ജനതയാണെന്നും ഇവര് നാട്ടില് നന്മ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടവരാണെന്നും ഒക്കെ, അള്ളാഹുവിന്റെ ഖലീഫമാരാണെന്നൊക്കെയുള്ള ഒരു അതെ. കൺസെപ്റ്റ് ഖുർആനിൽ തന്നെ കിട്ടും ചെയ്യും. ഉം, അപ്പൊ ഉം. ആ ഒരു കൺസെപ്റ്റ് അതിന്റെ യഥാർത്ഥ സത്തയിൽ പിന്തുടരുന്നവർ ഇന്ന് ഞങ്ങളാണ് എന്നതിന്റെ അഹങ്കാരാണ് ആക്ച്വലി അവർ പ്രകടിപ്പിക്കുന്നത്. അത് ഈ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞതുപോലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. yes. അത് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാ അംശങ്ങളും അതിനകത്ത് വരും ചെയ്യും.
ഇപ്പം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം, മുസ്ലിങ്ങളെ നവീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവരോട് കലഹിക്കുക, അവരെ കളിയാക്കുക, പരിഹസിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ മനസ്സ് വേദനിച്ച കുറെ കാര്യം, വിശ്വാസി എന്നുള്ള ലെവലിൽ നമ്മൾ വേദനിച്ചതാണ് ഈ മുജാഹിദ് ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ് സുന്നി തർക്കങ്ങള്, ക്ലബ്, പിന്നെ നമ്മൾ ഈ വേദി കെട്ടി ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ഇട്ട്, ഇപ്പോഴാണല്ലോ ഈ ലൈവ് റിയാക്ഷൻ ചെയ്യാനുള്ള യൂട്യൂബ് പെർഫോമൻസ് ഒക്കെ. മറ്റത് വലിയ സ്റ്റേജുകൾ കെട്ടി അതില് വീഡിയോ കാസറ്റുകളിൽ നിന്ന് മുറിച്ചെടുത്ത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് കേൾപ്പിച്ച് അതിന് മറുപടി പറയും, പരിഹസിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൈ പിടിച്ചിരിക്കുന്നത് ഗ്രന്ഥം ഖുർആനാണ്. ഇതിൽ നിന്നാണ് എനിക്ക് ഇവരോടുള്ള മതിപ്പ് പോകുന്നതും ഈ സംഘടനകളോടുള്ള പണ്ഡിതന്മാരോടുള്ള ബഹുമാനം പോകുന്നതും നമ്മുടെ ദീന് നമ്മൾ തന്നെ നോക്കിയാലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതും പഠനം തുടങ്ങുന്നതും ഒക്കെ. നിങ്ങളിപ്പോ നിൽക്കുന്ന സ്റ്റേജിലൂടെയൊക്കെ ഞാനൊരു 3-4 വർഷം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് മുന്നോട്ട് പോയത്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മൗലവി പറയുന്ന ഇസ്ലാമിലൊക്കെ ഞാൻ ഏകദേശം 2 വർഷം ഉണ്ടായിട്ടുണ്ട്. മുസ്തഫ മൗലവിന്റെ ഇസ്ലാമിലല്ല, അപ്രോച്ചില്. അല്ല, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുക. ഇതെല്ലാം ഘട്ടങ്ങളാണ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ അൾട്ടിമേറ്റ്ലി 2 കാര്യങ്ങളാണ് ഇതില്. മനുഷ്യര് സാധാരണ മറ്റു ജീവികളെ പോലെയുള്ള പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണ്. പിന്നെ നമ്മളുടെ ഈ പരിണാമപരമായിട്ടുള്ള കുറച്ച് അനുകൂലങ്ങൾ, പിന്നെ തലച്ചോറിന്റെ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ, അറിവ്, ആലോചന, അറിവുകൾ ശേഖരിച്ചു വെക്കുക, അത് കൈമാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ഈ പുരോഗതി ഉണ്ടാക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോഴും നമ്മളെ ഈ എന്താണ് ആ ദ്വീപിന്റെ പേരുണ്ടല്ലോ, ലക്ഷദ്വീപ്, ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സെന്റിനൽ ഐലൻഡിൽ ജീവിക്കുന്ന അതേ പിന്നെ ഹോമോ സാപ്പിയൻസ് തന്നെയാണ് നമ്മളും. അവര് സിവിലൈസ്ഡ് അല്ലാത്തത് ഈ ഒരു പുരോഗതിയുടെ ഭാഗമായിട്ട് അവര് ഉൾപ്പെട്ടില്ല, അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഒരു രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാർ തന്നെയാണ് അവരും. അപ്പൊ ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ തന്നെ ഈ വ്യത്യാസം മനസ്സിലാവും. അല്ല, ഒരു ഹയർ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഇസ്ലാമിനെയാണ് നിങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. റീസെന്റ് ആരും നിങ്ങളോട് ചോദിക്കണം കേട്ടോ, ഇസ്ലാമിനെ മാത്രമല്ല നിങ്ങൾ സ്റ്റഡി ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾ വന്ന റൂട്ടിലൂടെ നിങ്ങൾ പഠിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ഇസ്ലാം ഒരു ഹയർ മോറൽ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം ഇസ്ലാമിനെ തന്നെയാണ് കൂടുതലും വിമർശിക്കാൻ സാധ്യത. കാരണം അവരാണല്ലോ ഹയർ മോറൽ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അപ്രോച്ചിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഉദാഹരണത്തിന് നമ്മൾ ഇതിനൊരു ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അതായത് 2 തരം ചിന്തകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. റെസ്റ്റ് നമ്മൾ രണ്ടുപേരും തമ്മിൽ വേറെ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ശരിയല്ലേ? അതായത് നിങ്ങളെ പോലെ സയന്റിഫിക് അപ്രോച്ച് ഉള്ള ആളാണ് ഞാൻ, എനിക്കല്ലാണ്ട്. ഈ സയന്റിഫിക് അപ്രോച്ച് നമ്മുടെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോണത് ദൈവത്തിന്റെ അടുത്ത് എത്തുമ്പോഴാണ്. ശരിയല്ലേ? ആ ഒരു അപ്രോച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം അത്തരം ആളുകൾ തമ്മിൽ സാധാരണ വേറെ എവിടെയും കലഹം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രശ്നം നിങ്ങളുടെ ദൈവവിശ്വാസം നമ്മളെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വ്യവഹാരങ്ങളിലേക്കും ശാസ്ത്രീയമായ അറിവിനെ വെല്ലുവിളിക്കുന്ന സാങ്കല്പിക കഥകളിലേക്കും കണക്ട് ചെയ്തിട്ട് മതം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് ബിൽഡപ്പ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലാത്ത കാലത്തോളം ദൈവവിശ്വാസം എന്ന് പറയുന്നതും ദൈവവിശ്വാസം ഇല്ലായ്മ എന്ന് പറയുന്നതും നമുക്ക് ഡിബേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാവുന്ന, ലളിതമായിട്ട് തർക്കിക്കാവുന്ന ഒരു എന്തായാലും പറയാ, നമ്മൾ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. അതൊരു ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള തർക്കത്തിൽ മാത്രം നിൽക്കുന്നതാണ്. പക്ഷെ ഇത് ഞാനൊക്കെ വിമർശിക്കുന്നതിന്റെ ആംഗിൾ തന്നെ ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ സാധനമാണ്. ഇത് ആക്ച്വലി നമ്മളെ പണ്ഡിതന്മാര് ഇപ്പോ പശു പ്രസവിക്കുന്നു, ആന പെറുന്നു, ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ച മൂല്യരുണ്ട്. അപ്പൊ ഈ മൂല്യർക്ക് ഒരു വയലിനൊക്കെ പോയാൽ 50,000 60,000 പിന്നെ വലിയ പോത്ത് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൊടുക്കാൻ ആളുണ്ട് ഇവിടെ. അത് ഞാൻ പറയുന്നത്, ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി എഴുതിയത് വീട്ടിൽ പ്രസവിച്ചതിന്റെ മഹാത്മ്യം. മനസ്സിലായോ? സ്കാൻ ചെയ്യാത്തതിന്റെ മഹാത്മ്യം. അപ്പൊ അപകടകരമായിട്ടുള്ള ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ നിരാകരിക്കുന്ന ഇത്തരം എന്താ പറയാ ദൈവികമായ അറിവുകൾ, അത് ജീവിതത്തിൽ സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടുന്ന ഒരു വ്യവസ്ഥിതിയുടെ പേരാണ് മതം. ആക്ച്വലി മതവും ദൈവവിശ്വാസവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ആ മതങ്ങൾ അവരൊരു ദൈവത്തെ മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്നു. അതാണ് കൂടുതൽ ആളുകൾ ദൈവവിശ്വാസത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരം ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടുപടം മാത്രമാണ് ഈ ദൈവം. ആക്ച്വലി ഇവര് പൊളിറ്റിക്കൽ ആയിട്ടാണ് ഇവര് വർക്ക് ചെയ്യുന്നത് മൊത്തം, എല്ലാ മതങ്ങളും. പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ ഡേഞ്ചറസ് ആണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനും സമാധാനം കൊടുക്കാത്ത ഒരു സെറ്റപ്പാണത്. അല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു സാധനം ഇല്ല. ഇസ്ലാം അത് ഓൾവേസ് അത് പൊളിറ്റിക്കൽ ആണ്.
അത് അല്ല രൂപീകരണം അല്ല മുതലേ ലിയാഖത്ത് അങ്ങനെയാണ്. അല്ല ലിയാഖത്ത് ഭായ്, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഉം, ചെറിയൊരു ഡൗട്ട്, നമ്മളിപ്പോ കേരളത്തിൽ ഒരു 30-40 വർഷം പുറകിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഉം, നമ്മള് കേരളത്തിൽ വലിയൊരു മാറ്റം അതായത് ഉം. വന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ മൂലമാണെന്ന് താങ്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഞാനും എഡ്യൂക്കേറ്റഡ് ആണ്, താങ്കളും എഡ്യൂക്കേറ്റഡ്. എന്റെ എഡ്യൂക്കേഷൻ മുഴുവൻ നടന്നത് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്. ഉം, എന്റെ എഡ്യൂക്കേഷൻ മുഴുവൻ നടന്നത്. ഉം, ഞാൻ ഹോസ്റ്റലിലാണ് ഉം, പഠിച്ചത്. എന്നെ പഠിപ്പിച്ച സ്കൂളുകളെല്ലാം ക്രിസ്ത്യൻ സ്കൂളാണ്. ഉം, ലാസ്റ്റ് ഉം, ഞാൻ എന്റെ PG ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനൊരു ഉം, ഈ തബ്ലീഗിന്റെ കോളേജിലാണ് പഠിച്ചത്. ഉം, ഉം, അത് കുറച്ച് ദൂരെ പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ഉം, പഠിച്ചു. ഉം, അവിടെ ഈ പറഞ്ഞ പോലെ ഈ താടി വെച്ചും തൊപ്പി വെച്ചിട്ടുള്ള ഉം, കളികളാണ് മൊത്തം. ഉം, ഉം, അപ്പൊ ആദ്യമൊക്കെ ഞാൻ പോയി നോക്കി, കാരണം നമ്മുടെ മതം ഇതാണല്ലോ, അപ്പൊ നമ്മളിത് ചെയ്യാണ്ടിരിക്കുന്ന ഒരു കുറ്റമാണല്ലോ എന്നുള്ള ഉം, രീതിയിൽ പോയി നോക്കി. ഉം, പക്ഷെ ലോജിക്കലി വർക്കൗട്ട് ആണുള്ള സംഭവം. ഉം, ഉം, മൊത്തത്തിൽ ലോജിക്ക് ഇവർ ഈ ഉം, പറച്ചിൽ ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഇവർ പൈസ നല്ലോണം മേടിക്കും. ഉം, അതായത് മതമൊക്കെ പറയും താടിയും തൊപ്പിയൊക്കെ ഉം, ഓക്കെ, ഉം, മുക്കാ പാന്റൊക്കെയാണ്, സംഭവം അടിപൊളിയാണ്. ഉം, പക്ഷെ കാശ് വാരിക്കൊരിയാണ് മേടിക്കണത്. ഉം, രണ്ടാമത്തെ ഒരു ചലഞ്ച്, അന്യമതക്കാരവിടെ പഠിക്കുന്നുണ്ട്. ഉം, അന്യമതക്കാരുടെ മുമ്പിൽ ഇവരുടെ പ്രവർത്തിക്കാരും ഇസ്ലാം വല്ലാണ്ട് സ്വന്തം മതം അവഹേളിക്കപ്പെടുകയാണ്. കാരണം ഉം, വ്യക്തിപരമായിട്ട് ഇവർക്കൊരു ശുദ്ധിയില്ല. ഉം, നമ്മളൊരു സാധാരണ ഒരാളോട് ഡീൽ ചെയ്യാൻ ഒരു ക്വാളിറ്റി പോലും പല കാര്യങ്ങളും ഇവർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള. ഉം, പൈസ വരുമ്പോ പിന്നെ എല്ലാം സൈഡായി. ഉം, അപ്പൊ ഉം. പലരും ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ വരുന്നത് ഫണ്ടിങ്ങിന് വേണ്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. 100%. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ ഈ അടുത്ത കാലത്ത്, അവരിപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നാട്ടില് കുറച്ചൊരു സ്ത്രീ സൗഹൃദമായ നിയമങ്ങളുണ്ട്. അതായത് അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി പുരുഷാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് സ്ത്രീ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും. ആ ഉം. നിയമങ്ങൾ ഒരു വശത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉം. മതത്തിന്റെ ചില ആശയങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കെണിയിൽപ്പെടുത്തിയിട്ട് ഉം. രാജ്യത്തെ സ്ത്രീ പക്ഷപരമായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന മൂല്യന്മാരുണ്ട്. അതായത് ഉം. നമ്മുടെ സുഹൈർ ചുങ്കത്തറ എന്ന് പറഞ്ഞ ഒരു മൂല്യര്, ഓക്കെ. അയാൾ കേരളത്തിൽ പണ്ട് തുടങ്ങിയാണ് ബിസ്മി കല്യാണം എന്ന് പറഞ്ഞ സാധനം. അതുപോലെ ഓക്കെ. ഈ സ്ത്രീധനം ഇല്ലാതെയുള്ള കല്യാണങ്ങൾക്ക് അതിന് ബോധവൽക്കരണം, അതിന് കാർമ്മികത്വം തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഇയാളുടെ കലാപരിപാടി. ഓക്കെ. ഇങ്ങനെ കല്യാണം കഴിച്ച ആളുകളിൽ വലിയ വിഭാഗം പുരുഷന്മാർ തീവ്രമായിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തിനും പീഡനത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ദീന് പറഞ്ഞ് പ്രേരിപ്പിച്ച് പാവപ്പെട്ട വീട്ടിലത്തെ പെൺകുട്ടികളെ, എന്ന് പറഞ്ഞാൽ ഈ മുജാഹിദ് മൗലിയന്മാരുടെ മക്കളെ നല്ല ചെക്കന്മാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഭാവിയില് വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തൊലാഖിലേക്ക് പോവുക. രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് ജീവനാംശത്തിനുള്ള ഇതൊക്കെ ഉണ്ട്. മനസ്സിലായി. ഇവന് തൊലാഖ് ചെല്ലാനും പറ്റില്ല, മുത്തലാഖ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗാർഹിക പീഡനം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ ചൂഷണം ചെയ്യുക, മതപരമായിട്ടുള്ള ആത്മീയമായിട്ട് കെണിയിൽപ്പെടുത്തുക, നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുക. അങ്ങനെ ജീവിതം നശിച്ചു പോയ ആൾക്കാർ, ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എനിക്കറിയാം. ഇവര് ഈ നമ്മുടെ ഈ പുരോഹിത എസ്പെഷ്യലി യൂട്യൂബിൽ വരുന്ന ആൾക്കാരും വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും മതത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഇപ്പൊ ഉയർന്നു. ഇപ്പൊ നിങ്ങള് ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഒരാൾ, ഇതിന്റെ ആഴം എത്രയെന്ന് പറയാൻ വേണ്ടി പറയാം. ഇതിലൊരാൾ നിച്ച് ഓഫ് ട്രൂത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. എം അക്ബറുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു. എം അക്ബറിന് അറിയാം കഥകളൊക്കെ. പക്ഷെ ഈ വ്യക്തിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയി നിൽക്കുന്ന ആൾക്ക് ഈ സംഘടനാപരമായിട്ട് ഇതിനെ പരിഹാരം തേടുമ്പോൾ സംഘടനക്ക് ഈ ആള് ആരോടാണോ പ്രശ്നത്തിലുള്ളത് അയാളോടൊന്നും പറയാൻ പറ്റില്ല. കാരണം അയാള് മുജാഹിദിന്റെ KNMന്റെ ഭയങ്കര വലിയ നേതാവാണ്. പണ്ട് ഈ പള്ളി പിടിച്ചെടുക്കൽ പരിപാടികളൊക്കെ നടന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അതുകൊണ്ട് അയാൾക്ക് എതിരെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഈ ഇവിടെ സഹിക്കുക, അനക്ക് നാളെ പഠിച്ചോൻ അതിനുള്ളത് തരും എന്ന് പറയാത്രേ. പ്രത്യേകതരം ഫോർമുലയാണല്ലോ. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ താങ്കൾ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വന്നല്ലോ, എനിക്ക് തോന്നുന്നത് 4-5 വർഷമായി കാണൂല്ലേ? 5 വർഷം ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. ഞാനിപ്പോ കാണാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പലപ്പോഴും വിളിക്കണം എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് തിരക്കുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാഞ്ഞത്. ഇടയ്ക്ക് ഇങ്ങനെ സമയത്ത് വിളിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഫ്രീ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭീഷണി, ഉപദ്രവം എന്തെങ്കിലും ഉണ്ടോ? എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനോട് എന്താ വെച്ചാല് ഇങ്ങനെ നിലവിളിച്ചോടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരിഞ്ഞു നിന്ന് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക, അഭിപ്രായം പറയാം.
പിന്നെ താങ്കളുടെ വിമർശനങ്ങളിൽ താങ്കൾ സഭ്യേതരമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ അത്. ഞാൻ ചോദിക്കണതല്ല, അങ്ങനെയല്ല. നമുക്കിപ്പോ ഒരാളെ നമുക്ക് സഭ്യമായിട്ടും വിമർശിക്കാം. അതെ അതെ മോശമായ വാക്കുകൾ ഇപ്പൊ എനിക്ക് നിങ്ങളെ മിസ്റ്റർ ലിയാഖത്തെന്നും വിളിക്കാം. അതെ. ഞാനിപ്പോ ഒരു മതം ഫോളോ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. എനിക്ക് നിങ്ങളോട് കടുത്ത ദേഷ്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. എനിക്കിപ്പോ നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് നിങ്ങളെ മിസ്റ്റർ ലിയാഖത്തെന്നും വിളിക്കാം, അല്ലെങ്കിൽ അതിന് പകരം വേറൊരു പേരിലും വിളിക്കാം. പക്ഷെ ഞാൻ നിങ്ങളെ മിസ്റ്റർ ലിയാഖത്തെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്താൽ നിങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തയ്യാറോ? അതാണല്ലോ പരസ്പര ബഹുമാനം. അതാണ് എന്റെ രീതി. അപ്പൊ അതല്ലാതെ ഇപ്പൊ പലരും വളരെ മോശമായിട്ടൊക്കെ ഈ സമൂഹത്തിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയും വൃത്തിയായിട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അതിനോട് എന്റെ നിലപാടുകൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഒട്ടും എന്താ പറയാ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. അത് കുറച്ച് ആളുകളെ വൈകാരികമായിട്ട് ഇളക്കി വിടാം. അപ്പൊ അവര് കുറച്ച് ചീത്ത പറയും. കണ്ടോ അവര് ചീത്ത പറയുന്നു എന്ന് പറയാം. മനസ്സിലായി? ഇനിയിപ്പോ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അത് കണ്ട് അവർ അക്രമകാരികളാണ് ഞാൻ പറഞ്ഞില്ലെന്ന് പറയാം. നമ്മള് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഏത് ആശയവും ഏത് അളവിലും പറയാം. അതിന് നമ്മൾ മാന്യമായ സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അതിലൂടെയാണല്ലോ നമുക്ക് മറ്റുള്ളവരെ എൻഗേജ് ചെയ്യാൻ അത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത് എന്റെ ഒരു 20 to 25% വ്യൂവേഴ്സ് ഇപ്പോഴും സ്റ്റിൽ വിശ്വാസത്തിലുള്ള ആളുകളാണ്. ആ മുനാഫിക്കുകളായിട്ടുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിലിരിക്കുന്നവർ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ അളവുമല്ല, സ്റ്റിൽ ഈ പറയപ്പെടുന്ന പുരോഹിത മതത്തിലുള്ള ആൾക്കാരാണ് 15% ആൾക്കാർ. നിങ്ങളുടെ ഈ ലെവലിലുള്ള ആൾക്കാർ പിന്നെ വിശ്വാസം പോയിട്ടും മതത്തിൽ തന്നെ അഭിനയിച്ച് ജീവിക്കുന്നവർ അത് വേറെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എൻഗേജ്മെന്റ് നിലനിർത്തിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഫലമുള്ളൂ. തീർച്ചയായിട്ടും. ലിയാഖത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് പേര്, അതായത് ഈ പുരോഹിത മതത്തിന്റെ അണ്ടറിലെ ഇൻഫ്ലുവൻസ്, ഞാൻ ഉൾപ്പെടെ അതിലായിരുന്നു കേട്ടോ. നമ്മള് ദൈവം അനുഗ്രഹിച്ചത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടായി. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഇൻ ദ സെൻസ് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ദൈവികമായൊരു റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 30 വർഷത്തിന്റെ ഒരു സമയം ഇപ്പൊ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് എന്റെ കൂട്ടുകാർ കൂടുതലും അന്യമതത്തിലുള്ളവരായിരുന്നു. ഇപ്പോഴും ആ കൂട്ടുകെട്ടോ ബന്ധവും സ്നേഹമൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു റിലീജിയസ് ഇൻജക്ഷൻ വിച്ച് ഹാപ്പൻഡ് സം 30 years ബാക്ക് എല്ലാ രീതിയിലും ആളുകളെ അകറ്റി പരസ്പര സംശയത്തിലേക്ക് എത്തിച്ചു. അപ്പൊ ഇവിടെ വന്ന ഈ വിദേശ ഫണ്ടിങ് കൂടി, നമ്മുടെ ഈ പർദ്ദ തന്നെ ഒരു ഉദാഹരണമല്ലേ. ഒരു കുഴപ്പമില്ലാതെ നടന്ന സ്ത്രീകൾ മുഴുവൻ ഇപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർത്തത് ദഅവത്താണ്, പരസ്യമായിട്ടുള്ള ദഅവത്തെ. അതായത് പണ്ട് നമ്മളെ നജീബ് മൗലവി പറഞ്ഞൊരു പ്രസംഗത്തില് അദ്ദേഹം പറയുന്നുണ്ട്, സമസ്തയുടെ മുൻകാലത്തുള്ള സദഖത്തുള്ള മൗലവി ഉൾപ്പെടെ മുത്താനിശ്ശേരി ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് ഈ സാധനം. അതായത് ദഅവത്ത് കുട്ടികളെ പഠിപ്പിക്കരുത് എന്നുള്ളത്. ചെറിയ കുട്ടികൾ മദ്രസയിൽ സമസ്തയുടെ പാഠഭാഗത്ത് അതുവരെ ഇല്ലാതിരുന്ന ഒരു പാഠഭാഗം, അതായത് ദഅവത്ത് കുട്ടികളുടെ ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗം. അതിന് ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലുള്ള സമസ്ത നേതാക്കന്മാരൊക്കെ എതിർത്തിരുന്നു. മതസൗഹാർദ്ദം തകർക്കുന്നു പറഞ്ഞിട്ട്. അതെ. അപ്പൊ അതിനാണ് ഇവര് വീണ്ടും കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിലാക്കി. അവിടെ നിന്നാണ് എം അക്ബറിന്റെ പീസ് സ്കൂളിൽ പോലും പിന്നെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന പാഠഭാഗത്ത് നിങ്ങളുടെ ഒരു കൂട്ടുകാരിയും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായാൽ, മനസ്സിലായി, ഞാൻ വായിച്ചിട്ടുണ്ട് അത്, അതിലേക്ക് വരുന്നത്. അപ്പൊ ഇവരൊക്കെ ചെയ്തത് ശരിക്കും സമൂഹത്തിനും മതത്തിനും ഒക്കെ ദോഷം തന്നെയല്ലേ? ഈ മറ്റേ തീർച്ചയായിട്ടും എം അക്ബർ, പിന്നെ വേറൊരു മറ്റേ മലേഷ്യയിലൊരു പ്രസംഗിക്കുന്ന സാക്കിർ, ഇവരൊക്കെ ചെയ്യുന്നത് വളരെയധികം സാമൂഹിക മാനറിസങ്ങൾ നോക്കൂ. സാക്കിർ നായിക്ക്, എം അക്ബർ, പിന്നെ വേറൊരു ചങ്ങാതി ഉണ്ടല്ലോ ഇന്റർനാഷണൽ, അഹമ്മദ് ഈദാത്ത്. ഇവരുടെയൊക്കെ സ്റ്റേജിലുള്ള പ്രസൻസ്, അവരുടെ അപ്പിയറൻസ്, അവരുടെ നിൽപ്പ്, അവരുടെ ആംഗ്യവിക്ഷേപങ്ങൾ, ഇതെല്ലാം ഒറ്റ സെന്ററിൽ നിന്ന് ട്രെയിൻ ചെയ്ത് വിടുന്ന സാധനങ്ങളാണ്. അതെ അതെ അതെ, ബോഡി ലാംഗ്വേജ്, യെസ്, അവരുടെ പ്രസംഗ ശൈലി. ഇതിലൊരു തമാശ എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഞാൻ എന്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട്, അഹങ്കാരം ഒരു കടുകുമണിയോളം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ ഇസ്ലാമിന്റെ ഒരു അപ്രോച്ചും നിങ്ങൾ അഹങ്കരിക്കുന്നതാണ് ചെറുപ്പം മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത്. ഇവരൊക്കെ ഇപ്പൊ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് കടന്നു കഴിഞ്ഞു.
ഇവരുടെ ഉള്ളിൽ അഹങ്കാരമാണ് ഇവർ മറ്റുള്ളവരെക്കാളും നല്ലതാണ്. അത് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടില് പുതിയ തലമുറയില് അഭ്യസ്ത വിദ്യരായിട്ടുള്ള പുതിയ കാലത്തെ ഞാൻ നവതാഴികൾ എന്ന് വിളിക്കുന്ന ആൾക്കാരിൽ വരെ ഈ അഹങ്കാരത്തിന് അങ്ങ് അറ്റുണ്ട്. കാരണം പണ്ടത്തെ താഴ്മാരെ പോലെയല്ല, ഇവർക്ക് കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയാം, ഇവർ കുറച്ച് സയൻസ് പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും. അതുകൂടി വരുമ്പോ പിന്നെ ഇവർക്ക് അഹങ്കാരം പിടിച്ചാൽ ഇവരെ എവിടെ എത്തിക്കുന്നു എന്ന് ഇവരെ മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ ഇതുകൊണ്ട് പ്രശ്നത്തിലാവുന്നത് ഇസ്ലാമും അതനുസരിച്ച് സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുമാണ്. അതെ, തീർച്ചയായിട്ടും. അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടി, പ്രോപ്പർ എല്ലാം കിട്ടിയിട്ട് അതിലേക്ക് ഈ സാധനം കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ അപകടകാരികളാണ്. അത് കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു നോളജ് പവറും ഉണ്ട്, അതിന്റെ കൂടെ അന്ധവിശ്വാസത്തിന്റേതായ ഒരു ഭയങ്കരമായ ഒരു കെട്ടുപൂട്ടും ഉണ്ട്. അപ്പൊ ഇവർ നമ്മളൊരു ഡേഞ്ചറസ് കമ്മ്യൂണിറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇപ്പൊ അത് അന്യമതങ്ങളുമായിട്ട് ഈ നമ്മുടെ മതത്തിൽ ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. തീർച്ചയായിട്ടും ഈ അപ്രോച്ചാണ്. ഇത് മുന്നോട്ട് പോകുന്തോറും ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ളവർ ഇപ്പൊ കുറച്ചുപേര്, എനിക്ക് പലരുടെയും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ താങ്കളുടേതാണ് എനിക്ക് കുറച്ചും കൂടി സത്യസന്ധമായ ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നിയത്. കാരണം താങ്കൾ ഇതിൽ നിന്ന് ഒരു മുതലെടുപ്പ് നടത്താനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ താങ്കൾ പറയണതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് താങ്കൾ പ്ലേസ് ചെയ്തിട്ട് പറയാൻ അനാവശ്യമായിട്ട് ചുറ്റി തിരിച്ചു കൊണ്ടുപോകുന്ന പരിപാടികളില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെ പോലെ മനസ്സിൽ ഉള്ളവര് റാദർ ദാൻ മേക്കിംഗ് ആൾക്കാരെ നമുക്ക് നിരീശ്വരവാദികളാക്കണമെന്നില്ല, പക്ഷെ അവരെ കുറച്ചും കൂടി ഇതിൽ നിന്നുള്ള ഈ കെട്ടുപൂട്ടിൽ അന്ധവിശ്വാസത്തിന്റെയും പുരോഹിത മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെന്റ് നടത്തി ഈ തലമുറയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൂടെ? അതിന് ആ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ മതത്തിനകത്ത് തന്നെ ഇപ്പൊ മുസ്തഫ മൗലവിനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സയ്യിദ് അലവി അൻസാരി മാഷ പോലെയുള്ള ആളുകൾ, അവരൊക്കെ സ്വന്തം നിലക്ക് ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളൊക്കെ ഞാൻ പറയുന്നത് ഇതൊരു പൊതുവായിട്ട് ഇതങ്ങനെ ആയി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പ്രതിരോധമൊക്കെ തകരും. ഇപ്പൊ ഏറ്റവും അവസാനം കുറച്ച് ദിവസം, ഒരു 2-3 വർഷം മുമ്പ് ഒരു ചങ്ങാതി എന്നെ വിളിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള ആക്ഷേപം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് അടിമത്തൊക്കെ പറയും. അപ്പൊ അതില് ഗവേഷണം നടത്തി അവസാനം ഇവര് എം അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഇസ്ലാമിൽ അടിമത്തം എന്നൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അവർ 2-3 പ്രസംഗങ്ങളിലൊക്കെ അത് പറഞ്ഞു. അതിനവര് ഉപയോഗിച്ചത് ചില ടെക്നിക്കൽ ടേംസിൽ ഇസ്ലാം കൊണ്ടുവന്നുള്ള മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ്. അതായത് അടിമയെന്ന് വിളിക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പിന്നെ അതിനെ ശക്തമായിട്ട് വിമർശിച്ചു. അവസാനം ഇപ്പൊ അവര് പറയുന്നത് അതിലിപ്പോ എന്താ കുഴപ്പം എന്നാണ്. അവിടെ എത്തുമ്പത്തിന് കഴിഞ്ഞു. അവിടെ എത്തുമ്പോഴത്തേക്ക് വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകൾ അടിമത്തത്തിൽ കുഴപ്പമൊന്നുമില്ലേ എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് അതിനെന്താ കുഴപ്പം, അത് ഞാനന്ന് ആ ടൈറ്റിൽ തന്നെ വീഡിയോ ചെയ്തപ്പോ അതങ്ങ് ക്ലിക്കായി. അപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്നും നാളെയും അടുത്ത വർഷം പിറ്റത്തെ വർഷം ഒന്നല്ല ഞാൻ പറയണത്. ഇതൊരു ജനറേഷൻ ചേഞ്ചിലൂടെ ഈ കാർക്കശ്യൊക്കെ പോയി നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു ആചാരപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനവന്റെ ആത്മീയമായിട്ടുള്ള ഒരു മേഖല, ഒരു കൾച്ചറൽ ആയിട്ടുള്ള സംഭവം ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ മതം നേർപ്പിക്കപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേർപ്പിക്കപ്പെടണം. കാരണം ഇതൊരു ഭാരമായി മാറരുത്. അത് സംഭവിക്കും. ഞാനിതിനെ അനലൈസ് ചെയ്തപ്പോ എനിക്കറിയുന്ന 1-2 പേരുണ്ട്. അവര് നല്ല ആൾക്കാർ, അവർ മുസ്ലിംസ് ആണ്, നല്ല ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഈ ആചാര അനുഷ്ഠാനങ്ങൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ. അവർ ചെയ്യുന്നത്ര നന്മകൾ ഈ വിശ്വാസികൾ ആരും ചെയ്യുന്നില്ല. എനിക്കറിയുന്ന വേറൊരു വ്യക്തി, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി പേരുകൊണ്ട് മുസ്ലിമാണ്, പുള്ളി പക്ഷെ ജീവിത ശൈലിയിലൊന്നും മുസ്ലിം അല്ല. പുള്ളിക്ക് ദൈവവിശ്വാസം ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമാണ്. പക്ഷെ ഇത്ര നല്ലൊരു മനുഷ്യനുണ്ട്, ഇത്രയധികം ദാനധർമ്മങ്ങൾ ചെയ്യുകയും രഹസ്യമായിട്ടോ പരസ്യമായിട്ടല്ല, ഒരാളറിയാതെ നമ്മൾ അറിയാതെ ഒരു സ്ഥലത്ത് പോയി ചെയ്യണ കാര്യങ്ങൾ വളരെ നന്നായിട്ട് എല്ലാവരോടും പെരുമാറുകയും ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിതം മെയിൻറ്റെയിൻ ചെയ്യുകയും സന്തോഷത്തോടുകൂടി മുന്നോട്ട് ഒരു പരാതി ഒരാളോട് ഒന്നും പറയാത്തൊരു മനുഷ്യൻ. വ്യക്തിപരമായി ഇയാൾക്ക് മതമില്ല, ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, ഇയാൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല അയാളോട്. പക്ഷെ ഞാൻ പറയണം, അപ്പൊ അവിടെയാണ് എനിക്ക് ഇതിന്റെ ഈ ലോജിക്കൽ ഫാലസി, അതായത് ഇവര് പറയണതും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ തലയെക്കെട്ടും താടിയും ഒക്കെ ഒരു അഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാം തന്നെ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ നടക്കണേന്ന് എനിക്ക് തോന്നാറ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിന്റെ ഒരു സോഷ്യൽ സെറ്റപ്പാണ്. അതായത് ഇവരാരും ആക്ച്വലി ജനിച്ച് വളർന്ന് പഠിച്ചതിന് ശേഷം ഇതൊക്കെ പഠിച്ചത് തെരഞ്ഞെടുത്തൊന്നുമല്ലല്ലോ. ഇവരെല്ലാവരെയും പോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വളർന്നു വരുന്നു. ചില ആളുകൾ ആ വിശ്വാസത്തില് അതിന്റെ സാധ്യതകൾ, അതിന്റെ പലതരം സാധ്യതകൾ, വേഷം കെട്ടേണ്ട സാധ്യതകൾ, അങ്ങനെ കച്ചവടത്തിന്റെ സാധ്യത, ഈ വേഷം കെട്ടിയാൽ കച്ചവടത്തിൽ ഉന്നമനം ഉണ്ടാവുമെങ്കിൽ അങ്ങനെ, ജോലി സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ, പൊളിറ്റിക്കൽ സാധ്യതകൾ അങ്ങനെ,
ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ ഈ നമ്മൾ മതക്കച്ചവടക്കാരെയൊക്കെ അനലൈസ് ചെയ്തതിൽ നിന്ന് ഈ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട്. ഇപ്പൊ രണ്ടാൾക്കാരുടെ പേര് പറഞ്ഞാല് എം അക്ബർ, ഓക്കെ അയാൾക്ക് ഈ കഥയൊക്കെ അറിയാമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ധാരണ. ഓക്കെ പക്ഷെ അതിന്റെ കച്ചവട സാധ്യത പുള്ളി കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. പ്രയോജനപ്പെടുത്തുന്നു. അതേ സമയത്ത് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി, അയാളെ കുറിച്ചുള്ള എന്റെ അനാലിസിസ് എന്ന് പറയുന്നത് അയാൾ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു സാധുവാണ്. സത്യസന്ധമായിട്ട് ശരിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ആണ്. അതുകൊണ്ട് തന്നെ അയാൾ അത്ര ചിലപ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ രണ്ട് കൂട്ടം മനുഷ്യരും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ഒരേപോലെ ആയിരിക്കും. ഇമ്പാക്ട് സെയിം ആണ്. കുറച്ചുകൂടി അപകടം ഇത് അറിയാമായിരുന്നിട്ട് ഒളിപ്പിച്ചു വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ഇപ്പൊ പഴയ കാലം പോലെയല്ല, മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇത് ഒബ്സർവ് ചെയ്യും, ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടുള്ള പരസ്പര ബന്ധങ്ങൾ ജനങ്ങൾ തമ്മിലൊക്കെ വല്ലാത്തൊരു മോശം അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത്. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഒരു അവസരമാണ് ഇപ്പൊ അതാണല്ലോ ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ റിഫ്ലക്ഷൻ. ഞാനിപ്പോ നോർത്ത് ഇന്ത്യയിലും ഇപ്പൊ ഞാനുള്ള സ്ഥലത്തൊക്കെ മുസ്ലിംസിന്റെ അവിടെയുള്ള മുസ്ലിംസ് കേട്ടോ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാണ്, നമ്മുടെ കേരളത്തിലെ പോലെ അല്ല. അവരുടെ ലൈഫും അവര് ഒന്നാം തന്നെ ഒരു അവിടെയും ഉണ്ട് രണ്ട് മുസ്ലിം എന്ന ഒരു വികാരത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു കുന്തം അറിയില്ല. ഒരു കുന്തം അറിയില്ല. താടി കുറെ കളർ അടിച്ചു, നമ്മൾ വാളയാറാൻ കടന്നാ മതി. ആ താടിയിൽ ഒരു ചുവന്ന കളർ ഉണ്ടാവും, പിന്നെ ഒരു വൃത്തികെട്ട വേഷം കെട്ടും, താടി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ഒരു റോങ് സിഗ്നൽസ് കൊടുത്ത് സിഗ്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവന്മാരെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ ഫാത്തിഹ സൂറത്ത് അറിയാത്ത ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓനോട് ഓദിച്ചാൽ ചിലപ്പോ അറിയില്ല. അതല്ല ഏറ്റവും വലിയ രസം, കള്ളുകൂടി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവിധ മോശപ്പെട്ട കച്ചവടങ്ങളിലും ഭാഗമൊക്കെ ആയിരിക്കും 90% പേരും. വളരെ 10% ആയിരിക്കും. അത് എല്ലാ സമൂഹത്തിലും 10% നല്ലവരുണ്ടാവുന്നുള്ളത്. അങ്ങനത്തെ ഉള്ളല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിലൂടെ ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണത്, ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ലാസ്റ്റ് ഇപ്പൊ ദൈവം ഇല്ല എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തി. ഞാനിപ്പോ ദൈവം ഉണ്ട് പക്ഷെ പല ആചാരങ്ങളും വേസ്റ്റ്. ഞാൻ കൂടുതലും മറ്റേ മുസ്തഫ മൗലവിയുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പൊ ഞാൻ അവിടെ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്റേതായ രീതിയിൽ കേട്ടോ. പക്ഷെ എനിക്ക് ദൈവം ഇല്ല എന്നുള്ളൊരു ലെവലിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടുള്ള ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ കണ്ടീഷൻഡ് അങ്ങനെയായിരിക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇടയിൽ സമയം, മറ്റേ ആള് ഒരു സിനിമയിൽ പറയുന്നില്ലേ, ക്ഷമ വേണം, സമയം എടുക്കുന്ന, ഇതൊരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയണം എന്നുള്ളതാണ്. അത് എത്ര ഈസി ആയിട്ട് നടക്കൂല. എനിക്ക് ഇക്വേഷൻ എനിക്ക് അതായത് നമ്മളെ ശക്തിയെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം അല്ലെങ്കിൽ ആ ശക്തിയിൽ നമ്മൾ ആരോപിക്കുന്ന കാര്യങ്ങളിലാണ് പ്രശ്നം. അതായത് ഇപ്പം ഒരു എനർജി ഫാക്ടർ ഉണ്ട്. ആക്ച്വലി എനർജി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ശാസ്ത്രീയമായിട്ട് തന്നെ എനർജി ഉണ്ട്, ഊർജം. അതിന് നമ്മൾ കൊടുക്കുന്ന ഗുണവിശേഷണങ്ങളും അതിൽ നമ്മൾ ആരോപിക്കുന്ന കുറെ കഥകളും ഉണ്ട്. അതിൽ മാറണമെങ്കിൽ ഞാൻ പറയണത്, ഇത് ഒരാളെ സംബന്ധിച്ച് ഒരാൾക്ക് മതം ഉപേക്ഷിക്കാൻ ഒരാഴ്ച മതി. പക്ഷെ ഒരാൾക്ക് ദൈവവിശ്വാസം ചിലപ്പോൾ ഒരായുസ് കൊണ്ട് പോലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് സ്വാഭാവികമാണ്. അതിലാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരാൾ ദൈവവിശ്വാസി ആയിരിക്കുന്നു എന്നത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അതായത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാത്ത കാലത്ത് ഇതിന്റെ പിന്നിലൊക്കെ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് ദൈവം എന്നൊരാൾ വിശ്വസിക്കുന്നതിൽ ഇപ്പൊ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ. അതേ സമയത്ത് ആ ദൈവവിശ്വാസത്തിനൊരു കഥ മെനയുകയും ഒരു പുസ്തകം ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുസ്തകം അനുസരിക്കാത്തതിലൊക്കെ ചീത്ത വിളിക്കുകയും അതിന്റെ പേരിൽ ആളുകൾ സംഘടിക്കുകയും പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നിടത്താണ് പ്രശ്നം. അല്ലാത്ത ദൈവവിശ്വാസികള് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇല്ല, ആർക്കും ഒരു ഉപദ്രവം. അതാണ് എന്റെ കാഴ്ചപ്പാട് ആ കാര്യത്തിൽ. അതുകൊണ്ടാണ് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിലേക്കൊന്നും ഞാൻ ഈ മതവാദികളോട് തീർച്ചയായിട്ടും അല്ല, നിങ്ങൾ പല ഫോൺ വിളികളിലും നിങ്ങളത് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളതൊരു ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. നമ്മളിവിടെ നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മളെങ്ങനെ ജീവിക്കുന്നു, അത് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റു മനുഷ്യരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കോമൺ സ്പോട്ട് ഈ രണ്ടുപേരുടെ ഇടയിലുണ്ട്. ഇപ്പൊ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളുടെ ഇടയിലുള്ളത് നമ്മൾ ഈ കാര്യത്തെ, ഈ പ്രപഞ്ചത്തെ, ഈ ശക്തിയെ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഈ സംവിധാനങ്ങളെ ഒക്കെ നമ്മൾ നോക്കി കാണുന്നതിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്ന മൂല്യങ്ങൾ ഒന്നാണ്. നന്മയിലധിഷ്ഠിതമായിട്ട് വേണം കാര്യങ്ങൾ പോവാന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറയട്ടെ, അത് ഈ നമ്മൾ തമ്മിലുള്ള ഈ മതവാദികൾ ജീവിക്കണ്ടല്ലോ, ഈ മതത്തിന്റെ നിയമം എടുത്തു പറയുന്ന മനുഷ്യന്മാർ മുഴുവൻ നമ്മളൊക്കെ പങ്കിടുന്ന അതേ സാമൂഹ്യ ധാർമ്മിക മൂല്യങ്ങളാണ് ഇവർ ജീവിതത്തിൽ പകർത്തുന്നതും പകർത്തേണ്ടതും. അത് പകർത്താൻ അവർ നല്ലോണം ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു വിശ്വാസിക്ക് പലിശ കൊടുക്കാനോ വാങ്ങാനോ ഒരു മനസ്താപം ഉണ്ടാവില്ല. പക്ഷെ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവും.
ഇത് സിമ്പിളാണ്. ഇവരെല്ലാവരും ഇതേ നിയമങ്ങൾ തന്നെയാണ് പാലിക്കുന്നത്. പക്ഷെ പുറത്തേക്ക് പാലിക്കുന്നത്. പറയില്ലാന്നേ ഉള്ളൂ. ചിലര് പറയും അത് ഞങ്ങൾ അഭിനയം. ഇതൊക്കെ ഞങ്ങൾ ഇതിനൊക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ മോഷ്ടിക്കാത്തത് അള്ള മോഷ്ടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന്. എന്നോട് എന്റെ ഒരു എളാപ്പാന്റെ മോൻ വലിയ മൊലിയരാ അവൻ എന്നോട് പറഞ്ഞു, അനക്കിപ്പോ എന്താ തോന്നിയ പോലെ നടക്കാലോ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ ആ ചോദിച്ചു, നീ മോഷ്ടിക്കാറുണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. എന്തേന്ന് ചോദിച്ചു. അള്ള ശിക്ഷിക്കുന്നു വിചാരിച്ചിട്ടാണ് അയലോക്കത്ത് എന്തെങ്കിലും കാണുമ്പോൾ എടുക്കാത്തതെന്ന് ചോദിച്ചു. അത് ശരി. ആന്ന് പറഞ്ഞു. അവൻ ആന്ന് പറഞ്ഞു. ഒരു മനസ്താപമല്ല, എന്നെ തോൽപ്പിക്കാന്നുള്ളതന്നെ അവന്റെ ഉദ്ദേശം. ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു മോഷ്ടാവാണ്, ഒരു എന്താ പേടിത്തൂറി ആയിട്ടുള്ള ഒരു മോഷ്ടാവാണ് നീ, മോഷ്ടാവ്. അല്ലാതെ വേറെ ഒന്നുമില്ല. മോഷ്ടിക്കാൻ അതെ, പേടിയാണ്, ജനറ്റിക്കലി മോഷ്ടിക്കണം എന്ന് മോഷ്ടാവാണ്. ആഗ്രഹമുണ്ട്. അതല്ലല്ലോ മൂല്യം. മോഷണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നത് സമൂഹത്തെ മുൻനിർത്തിയിട്ട് ഒരു മൂല്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടവൻ ആരോ അവനാണ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ധാർമ്മികതയുള്ളവൻ. 100%. അല്ലെങ്കിൽ അല്ലാതെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദിവസം ഈ പേടി മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം മോഷണം വീണ്ടും മോഷ്ടിക്കും. തുടങ്ങും. അതെ, ഈ കാരണം അടുത്ത് പോലും ഇദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ആഗ്രഹം ഒരു വീഡിയോ മോഷ്ടിക്കാൻ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ദൈവത്തോടുള്ള ഭയം, അതായത് ശിക്ഷകൾ, അതായത് പുരോഹിതവർഗം എന്നും നമ്മളെ ഭയപ്പെടുത്തിയാണ് നമ്മളെ കാര്യങ്ങൾ നടത്തുന്നത്. അതെ അവർക്ക് ഉള്ള ഏത് മതം ആയിക്കോട്ടെ, അതെ ദൈവം അങ്ങനെ ശിക്ഷിക്കും, എണ്ണയിലിട്ട് പൊരിക്കും, അങ്ങനെ ചവിട്ടും, ഇങ്ങനെ ചവിട്ടും, ഉപദ്രവിക്കും. അപ്പൊ മതത്തിനെ തന്നെ നമ്മൾ ഒരു ഭീകര ദൈവത്തിനെയാണ് ക്രിയേറ്റ് ചെയ്ത് അതെ വെച്ചേക്കുന്നത്. അതും അതിന്റെ കൂടെ അതൊരു പ്രശ്നമുണ്ട്. ഇതിലെ നമ്മളെ സാമൂഹ്യ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യത്തെ ഭയത്തിൽ അധിഷ്ഠിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, വൺസ് ആ ഭയത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എന്താണോ നിങ്ങൾ തടയാൻ ശ്രമിച്ചത് അത് പൂർവാധികം ശക്തിയായിട്ടുണ്ടാവും. പൂർവാധികം ശക്തിയോടെ ഡബിൾ സ്ട്രോങ് ആയിട്ട് വരും. അതാണ് അതിന്റെ അപ്പൊ പ്രശ്നം. അപ്പൊ അത് അതിന്റെ സമൂഹത്തിനെ കൂടെ ബാധിക്കും. ഇവര് നൈസായിട്ട് പറയും ദൈവം റഹ്മാനും റഹീമോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദൈവം അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അങ്ങനെ ശിക്ഷിക്കും, അത് മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കും. പക്ഷെ ചില ശിക്ഷകളൊക്കെ ഭയങ്കര. അപ്പൊ സ്നേഹത്തിലൂടെ ദൈവത്തെ അനുസരിക്കലല്ല, ഭയപ്പെടുത്തി അനുസരിപ്പിക്കലും പിന്നെ അതിലൂടെ സാമ്പത്തിക നേട്ടം കൊയിലുമാണ് ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങളോട് പറയണത്, നീ അങ്ങനെ ചെയ്ത ദൈവത്തിന് വിഷമാവും. വിഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പൊ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് വിഷമം, നമ്മൾ തമ്മിൽ വളരെ അടുപ്പമുള്ള രണ്ടാളുകളാണ്, നിങ്ങൾക്ക് വിഷമാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അപ്പൊ അതിന്റെ ധാർമ്മിക മൂല്യത്തിലാണ് ഉറച്ചേക്കണത്. മറ്റേത് നമ്മളിത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കപ്പെടണം. അപ്പൊ ഞാൻ മദ്യപിക്കരുത് എന്ന് ജീവിതത്തിൽ തീരുമാനമെടുത്തതിന്റെ പിന്നിൽ എനിക്ക് വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹ്യപരമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട് ഇത്ര കാലമായിട്ടും എനിക്ക് മദ്യം രുചിച്ചു നോക്കണം തോന്നിട്ടില്ല. അതേ സമയത്ത് കള്ള് ഹറാമാണല്ലോ, കള്ള് കുടിക്കാനുള്ള പൂതി ഉള്ളിൽ ഒതുക്കിയിട്ട് ഹറാമാണല്ലോ എന്ന് ബേജാറായി നടക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ തീർച്ചയായിട്ടും ഒരു മദ്യത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ പോകും. അതിന് അഡിക്റ്റ് ആവില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മൂല്യം പഠിപ്പിക്കപ്പെടേണ്ടത് എപ്പോഴും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഇതിൽ യോജിക്കണം. കാരണം മൂല്യം ഒരിക്കലും ഭയത്തിൽ അടിസ്ഥാനം, അത് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പ്ലാന്റഡ് ആയിരിക്കണം. അത് ഏത് സാഹചര്യത്തിലും നിലനിൽക്കുകയും വേണം. തീർച്ചയായിട്ടും റിയൽ ലൈഫിൽ തന്നെ പല എക്സാമ്പിൾസ് റിയൽ ലൈഫ് നല്ല സിറ്റിസൺസിനെ ക്രിയേറ്റ് ചെയ്യാനും അതേ നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും. അതാണ് സമൂഹത്തിന് മുന്നോട്ട് പോക്കിന് എപ്പോഴും ഗുണകരമായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇവനൊരു പൊട്ടൻഷ്യൽ ക്രിമിനൽ ആയിട്ടാണ് ജീവിക്കുക. അല്ല, ഓൾറെഡി ഇതിലൊക്കെ ഇവരുടെ ആക്ടിവിറ്റീസ് പലതും സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് അത് ക്രിമിനാലിറ്റി തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. മറ്റുള്ളവരെ സമൂഹത്തിൽ എന്താ പറയുക, അസ്ഥിരത ഉണ്ടാക്കുന്ന പല പ്രസംഗങ്ങളും ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും ഏത് വീട്ടിൽ കയറിയാലും നല്ല ചെലവ്, നല്ല ബഹുമാനം കിട്ടും. നമ്മൾ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്നവനെ കല്ലെറിയാൻ ആളുണ്ട്. അതായത് പല പ്രശ്നങ്ങളും നമ്മളെ അന്യമതക്കാരും മുസ്ലിങ്ങളും അങ്ങനെ വേട്ടയാടി ഇവര് ഇവരെ വായിലെ നാക്കെന്താണെന്നറിയോ? ഇവര് മറ്റുള്ള മതങ്ങളെ അപമാനിക്കുന്നതിന് ഒരു കൈ കണക്കില്ലാണ്ട് അപമാനിക്കുന്നവരെ പല പ്രശ്നങ്ങളും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവരെന്തിനൊക്കെ പറയേണ്ട ആവശ്യം? പറയുന്നതാണ് നമ്മളുടെ അടുത്ത് കിട്ടുന്നത്. ഇവരകത്ത് പറയുന്നത് ഇതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ചും ഈ ഫണ്ടിങ് കിട്ടിയിട്ട് ആ ഫണ്ടിങ് ഇപ്പൊ തന്നെ ഈ പള്ളികൾ ഇത്ര അധികം വന്നുകൂടിയത് നാട്ടിലെ ബാലൻസിങ് കംപ്ലീറ്റ് തെറ്റിപ്പോയി. സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബാലൻസ് എല്ലാവരും നശിപ്പിച്ച് ഈ വിദേശ ഫണ്ടിങ് ഉപയോഗിച്ചിട്ട് അതിന്റെ എല്ലാ ഇമ്പാക്ടും നമുക്ക് വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് നമ്മളത് പുറത്തുനിന്ന് നോക്കി നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും പിള്ളേര് വെള്ളയും തലക്കെട്ടുമായിട്ട് നടക്കുന്നുണ്ട്. കുറെ ഗ്രൂപ്പായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പൊ നമുക്ക് വിഷമം തോന്നും. കാരണം നല്ല സ്കൂളിൽ പോയി നല്ല രീതിയിൽ പഠിച്ച് എല്ലാവരുമായിട്ട് ഒരുപോലെ ഇതൊക്കെ ചെയ്ത് മതപഠനം വേണമെങ്കിൽ ഒരു സൈഡിലൂടെ ആവാം. പക്ഷെ അവർക്ക് അത് ഓപ്പർച്യൂണിറ്റി നിഷേധിക്കപ്പെടുകയാണ്. ഇവർ ഇനി തലക്കെട്ടും തൊപ്പിയും വെച്ച് ഇനി ഇവർ ജീവിക്കാൻ പോണത് എങ്ങനെയാ? അവരുടെ പ്രയോറിറ്റി വേറെ ആയിട്ടാണ് അവർ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അപകടമായ ഒരു കണ്ടീഷനിങ് ആണ്. കാരണം ഇത് മാത്രമല്ല, ഈ അൽഫിത്ര എന്നൊരു സംവിധാനമുണ്ട് പുതിയതായിട്ട്. അൽഫിത്ര എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ പേരാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ പേരാണ്. 3 വയസ്സിൽ, അതായത് നമ്മളെ പ്രീ സ്കൂളുകളിൽ കുട്ടികൾ മിക്സഡ് ആയിട്ട് വളരുന്നതിൽ നിന്ന് പോലും തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. 3 വയസ്സ് എന്നൊക്കെ പറഞ്ഞാല് ഒരു കുട്ടി ആ കുട്ടിയെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന കാലാണ്.
അവന്റെ ഓർമ്മകൾ ഉറക്കുന്നതിന് മുൻപുള്ള കാര്യം. അവിടെയൊക്കെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ റിവേഴ്സ് അത് ചെയ്യാൻ അവിടെ കണ്ടീഷൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന സാധനമല്ല. അതാണ് ഇപ്പൊ അടുത്ത് ഞാനൊരു ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പൊ ആ കുട്ടി ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു ചെറിയ പാട്ടാണ്, ഒരു മാപ്പിളപ്പാട്ടിന്റെ രൂപത്തില്. അതായത് ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും ഞാൻ സ്നേഹിക്കുകയാണ് എന്റെ മുത്ത് നബീനെ എന്നാണ് ആ പാടണേ. ഓക്കെ, അതൊരു ഭക്തിയുടെ ഭാഗമായിട്ട് കേൾക്കുമ്പോ നമുക്ക് എന്തോ തോന്നും. പക്ഷെ ആ കുട്ടിയെ നയിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു കണ്ടീഷനിങ് ആണ്. ആ കുട്ടി ഏത് കണ്ടീഷനിങ്ങിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അത് ആ കുട്ടി മനസ്സിലറിഞ്ഞ് അങ്ങനെ ഉറച്ചുറച്ച് പോയാൽ, അർത്ഥറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോ ഇപ്പൊ അത് പാടുന്നുണ്ടാവുക, പക്ഷെ അത് വളർന്നു വരുമ്പോ അത് വലിയ പ്രശ്നമാണ്. ഫ്രീ തിങ്കിങ് ആണ് മനുഷ്യന്റെ അടിസ്ഥാനം. ലിയാഖത്ത് ബായിക്കും എനിക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും ആർക്കും ഫ്രീ തിങ്കിങ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ മെഷീൻസായി മാറി. പിന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ട കണ്ടീഷൻ. പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ, ഒന്നുകിൽ അത് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഏത് രീതിയിലും നമ്മൾ മെഷീൻസ്. നമ്മുടെ ഈ ഫ്രീ തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ എന്നും ഭയത്തിന് അടിമ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതമാണ് അവൻ്റെത്. അവനെ കൊണ്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുട്ടിയുടെ ഒക്കെ ഫ്രീ തിങ്കിങ് എടുത്ത് കളയപ്പെട്ടു. ഇനിയിപ്പോ ഒരു 4-5 കൊല്ലം കൊണ്ട് അവൾക്ക് ഫ്രീ തിങ്കിങ് എന്നുള്ള ഒരു കഴിവേ അവൾക്ക് ഉണ്ടാവില്ല. പ്രായത്തിൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ തുടക്കകാലത്ത് സംഭവിക്കുന്ന സംഭവമാണ്. എന്ത് ചെയ്യാനാ? അപ്പൊ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈശ്വരൻ, ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ വിഘടിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സന്തോഷമുണ്ട് നിങ്ങളായിട്ട് സംസാരിച്ചതിൽ. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അവരെ കണ്ണു തുറക്കാനുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ലിയാഖത്ത് ബൈ. ഓൾ ദി ബെസ്റ്റ്. ഇത്ര സമയം സംസാരിച്ചതിന് വളരെയധികം നന്ദി കേട്ടോ. സന്തോഷം. ശരി, അങ്ങനെ ആവട്ടെ. സന്തോഷം.